ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. കലൈഡോസ്കോപ്പിലെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് വാർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇതിന് തൊട്ട് മുന്നുള്ള പാഠഭാഗങ്ങൾ കാണാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ കണ്ടിട്ടില്ലേ എന്നൊന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വാർ എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ലൂയിസ് പിറാന്റലോ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈറ്ററിനെ കുറിച്ച് നോക്കാം. ലൂയിസ് പിറാന്റലോ was an Italian dramatist, novelist, poet and short story writer ആണ്. He received the Nobel Prize in 1934. 1934 നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറീനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം, പിന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും, അതിനുശേഷം സ്റ്റോറി നമുക്ക് ഷോർട്ടായിട്ട് നോക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോറീനെ കുറിച്ച് നോക്കാം. വാർ ഈസ് എ ഷോർട്ട് സ്റ്റോറി പബ്ലിഷ്ഡ് ഇൻ 1918. 1918 വേൾഡ് വാർ ഒന്നിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ 1918 ഈ ഒരു സ്റ്റോറി എഴുതുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോയിലും റെഡിൽ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട വരികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1918 നമ്മുടെ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. ദ സ്റ്റോറി ഫോക്കസസ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ ട്രെയിൻ. ഒരു ട്രെയിനിൽ കുറച്ച് പേര് യാത്ര ചെയ്യാണ്. അപ്പോൾ അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ആണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ട്രെയിനിലാണ് നമ്മുടെ ഈ ഒരു കഥ നടക്കുന്നത്. ദേ ഹാവ് either their loved ones fighting in the war or have lost a loved one due to the war. അതായത് വേൾഡ് വാർ 1 നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരുപാട് ഫാമിലീസിൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വാറിൽ മരണപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്ന ഒരുപാട് പേര് ആ ഒരു ട്രെയിനിലുണ്ട്. ഓൾറെഡി മരിച്ചു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് ആ ട്രെയിനിൽ. ഓക്കെ, ദെൻ എ കപ്പിൾ എൻറ്റേഴ്സ് ദ നൈറ്റ് ട്രെയിൻ ടു റോം. അപ്പോൾ റോമിലേക്കാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത്, രാത്രി ട്രെയിനാണ്. അപ്പോൾ ആ ഒരു രാത്രി റോമിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിനിലേക്ക് ഒരു കപ്പിൾ എൻ്റർ ചെയ്യാണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റർ ചെയ്യുന്നു. ടു സീ ഓഫ് ദെയർ ഓൺലി സൺ ഹു ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ഓൺ ദ ഫ്രണ്ട് ലൈൻസ്. അതായത് 3 ദിവസത്തിനുള്ളിൽ ആ ഒരു വാറിലേക്ക് പോകുന്ന തൻ്റെ മകനെ അവസാനമായിട്ട് കാണാനായിട്ട് ആ ഒരു അച്ഛനും അമ്മയും റോമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റോറി അൺറിയൽസ് ത്രൂ ദ കോൺവെർസേഷൻസ് ബിറ്റ്വീൻ ദ പാസഞ്ചേഴ്സ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, പാസഞ്ചേഴ്സ് തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയുടെ സെറ്റിംഗ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റോറി നടക്കുന്നത് ഒരു ട്രെയിനിലാണെന്ന്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. എ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജ് ഓഫ് ദി നൈറ്റ് എക്സ്പ്രസ് ഫ്രം റോം ടു സെൽമോണ at the Fabriano station, Italy, in the time of World War I. Italy entered the war in the year of 1915. 1915 സമയത്താണ് ഇറ്റലിയിൽ വേൾഡ് വാർ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 1918, ഒരു 3 വർഷത്തിനിപ്പുറമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, തീംസ് ഓഫ് ദ സ്റ്റോറി. നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ തീംസ് എന്ന് പറയുന്നത് ഗ്രീഫ്, പാട്രിയോട്ടിസം, അതായത് രാജ്യസ്നേഹം, ഇമ്പാക്ട് ഓഫ് ദി വാർ ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. ഈ ഒരു വാർ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനെയും അവരുടെ ഫാമിലീസിനെയും എഫക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് ഉണ്ടായ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ഈ ഒരു വാർ മൂലം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും വരികൾ ഈ ലാസ്റ്റ് കൊടുത്ത ഈ ഒരു 2 പോയിൻ്റൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതിലെ ക്യാരക്ടേഴ്സാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ദേ ബോർഡ് ദ ട്രെയിൻ ഫ്രം Fabriano. Their only son has been sent to the war front. They leave Rome to see the son. ഇതിലെ വൈഫ് എന്ന് പറയുന്നത് കുറച്ച് മോൺഫുൾ ആൻഡ് ഗ്രീവ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് അച്ഛനും അമ്മ, ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാബ്രിയോണയിൽ നിന്ന് റോമിലേക്ക് പോവാണ് തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ആ ഒരു വൈഫ് അത്യാവശ്യം നല്ല സങ്കടപ്പെട്ട് ഒരു മൂകമായിട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ്. അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്.
പിന്നെ കോ പാസഞ്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നത് ദ ഫാറ്റ് ബോൾഡ് ഓൾഡ് മാൻ ആണ്. അദ്ദേഹം എന്താ പറയുക, സ്പീക്സ് ഓഫ് പാട്രിയോട്ടിസം ഓഫ് ദെയർ സൺ. ആളുടെ മകനെക്കുറിച്ചും മകൻ്റെ ആ ഒരു ദേശഭക്തിനെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഓൾഡ് മാനെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റോറി ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് നോക്കാം അല്ലേ. സ്റ്റോറി എന്ന് പറയുന്നത്, എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോർഡ് എ സ്മോൾ ട്രെയിൻ കാരേജ് അറ്റ് ഡോൺ ഇൻ ഇറ്റലി, ജോയിനിങ് ദ 5 people who have already spent the night in it. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രെയിൻ കയറുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ബാക്കി 5 പാസഞ്ചേഴ്സ് ആ ട്രെയിനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവർ ട്രെയിൻ കയറുന്നത് ഒരു ഡോൺ ടൈമിലാണ്. ഡോൺ എന്ന് പറയുമ്പം അതിരാവിലെയാണ് കേട്ടോ. അതിരാവിലെയാണ് ഇവർ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഒരു ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് അവിടെ ഓൾറെഡി എത്ര പേരുണ്ടായിരുന്നു? 5 പേര് ആ ട്രെയിനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അവർ ഈ കഴിഞ്ഞ രാത്രിയൊക്കെ അവിടെ ആ ഒരു ട്രെയിനിലാണ് ചെലവഴിച്ചിരുന്നത്. ഇവർ പുലർച്ചെയാണ് കയറുന്നത് കേട്ടോ. ദ വുമൺ ഈസ് ലാർജ് ആൻഡ് ഇൻ ഡീപ്പ് മോർണിംഗ്. അതായത് അതിലെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ദുഃഖം കാണിക്കുന്ന ഒരു മുഖം ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. സം ഓഫ് ദ പാസഞ്ചേഴ്സ് ഹെൽപ്പ് ഹെർ ഇൻ ആൻഡ് മേക്ക് റൂം ഫോർ ഹെർ. അപ്പോൾ ഇവിടെ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥലമാണ്. അതായത് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം ബാക്കിയുള്ള പാസഞ്ചേഴ്സ് അവരിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ ഇരിക്കാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിയിരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ദ ഹസ്ബൻഡ് എൻക്വയർസ് ഇഫ് ഷീ ഈസ് ഓൾ റൈറ്റ് ബട്ട് ഷീ ഡസൻറ്റ് ആൻസർ. അപ്പോൾ ഹസ്ബൻഡ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടിയൊന്നും പറയുന്നില്ല. ആ ഒരു വൈഫ് മറുപടിയൊന്നും പറയുന്നില്ല. ദെൻ he explains to the others that their only son is being sent to war in 3 days and they are going to see him off. അപ്പം ഈ ഒരു ഹസ്ബൻഡ് ബാക്കിയുള്ള കോ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾ തൻ്റെ മകനെ കാണാൻ വേണ്ടി പോവാണ്. അവൻ തൻ്റെ ഏക മകനാണ്, അവർക്ക് ഏക മകനേ ഉള്ളൂ. 3 ദിവസത്തിനകം യുദ്ധമുഖത്തേക്ക് അവന് പോകാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് അവസാനമായിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 days 3 ദിവസത്തിനുള്ളിലാണ് യുദ്ധമുഖത്തേക്ക് പോകാനായിട്ട് മകന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 days എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ പാസഞ്ചർ സീസ് ഹി ഹാസ് 2 sons and 3 nephews at the front, prompting the husband to stress that they are risking their only son. അപ്പം ഇത് കേട്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏക മകനെ കാണാൻ അവസാനമായിട്ടൊന്ന് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായ മറ്റൊരു പാസഞ്ചർ പറയാണ്, എൻ്റെ 2 ആൺമക്കളും 3 നെഫ്യൂസ് എന്ന് പറയുമ്പോൾ മരുമക്കൾ എന്നുള്ളൊരർത്ഥമാണ്. അപ്പം 2 ആൺമക്കളും 3 നെഫ്യൂസും ഓൾറെഡി അവിടെ യുദ്ധമുഖത്തുണ്ട്. ഏത് നിമിഷവും മരണം സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അവരവിടെ നിൽക്കുന്നത് എന്ന് പറയാണ്. അപ്പം അതിവിടെ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഒരു മകനെ അല്ലേ ഉള്ളൂ, എൻ്റെ ഇത്രയും പേര് അവിടെയാണ് എന്നുള്ളതാണ് കേട്ടോ. This sets off a passionate discussion about who is sacrificing the most. അപ്പം ഈ ഒരു ചർച്ച പിന്നെ നീണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചർച്ചയായി പിന്നീട് അവിടെ നടന്നത്. നിങ്ങളുടെ ഒരു മകനല്ലേ ഉള്ളൂ, നിങ്ങളുടെ ഏക മകനാണ്, അത് ഒരു മകനല്ലേ ഉള്ളൂ അവിടെ, എൻ്റെ 2 ആൺമക്കളും നെഫ്യൂസും ഒക്കെ അവിടെ ഉണ്ട് ഓൾറെഡി എന്നുള്ള രീതിക്കാണ് അവിടെ സംസാരങ്ങൾ നടന്നത്. ദെൻ the husband says if a man with 2 sons loses 1 son in the battle, he will have another son left to comfort him. അപ്പോൾ ഈ ഒരു ഏക മകനുള്ള ആ ഒരു അച്ഛൻ പറയുന്നൊരു കാര്യം എന്താണ്, നിങ്ങളുടെ 2 ആൺമക്കൾ ആ ഒരു ബാറ്റിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരാൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഒരാളുണ്ട്, പിന്നെ നിങ്ങൾ കംഫർട്ട് ചെയ്യാൻ ഒരു മകൻ ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, അവനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറയാണ്. ബട്ട് ദ പാസഞ്ചർ റെസ്പോണ്ട് ദാറ്റ് സച്ച് എ മാൻ ഹാസ് എൻ ഒബ്ലിഗേഷൻ ടു ലീവ് ഫോർ ഹിസ് അതർ സൺ ആൻഡ് ദസ് ഹി കാൺ എൻഡ് ഹിസ് മിസറി ബൈ കമ്മിറ്റിംഗ് സൂയിസൈഡ്. അപ്പം ഈ 2 ആൺമക്കൾ യുദ്ധഭൂമിയിലുള്ള അച്ഛൻ പറയാണ്, ഇപ്പം ഇൻ കേസ് യുദ്ധത്തിൽ എൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എനിക്ക് മറ്റൊരു മകന് വേണ്ടി ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ നഷ്ടപ്പെട്ട മകനെ ഓർത്തുള്ള ദുഃഖം എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ആ ദുഃഖം പേറി വേണം എൻ്റെ അടുത്ത മകന് വേണ്ടി എനിക്ക് ജീവിക്കാൻ. അല്ലാതെ എനിക്ക് പോയി സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കൊരു മകന് കൂടി ഉണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്കാണെങ്കിലോ, നിങ്ങൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ഇനി ഇൻ കേസ് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും മരണപ്പെടാം, അല്ലാതെ വേറൊരു മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്കില്ലല്ലോ എന്നാണ് പറയുന്നത്. സോ ഹു ഈസ് ബിഗ്ഗർ സഫറർ ബിറ്റ്വീൻ ദ 2? അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്? അനദർ പാസഞ്ചർ എ ഫാറ്റ് മാൻ ബ്രേക്സ് ഇൻ വിത്ത് എ സ്പീച്ച്. അപ്പോൾ ഇവർ 2 പേര് ആരാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ള ഇവരുടെ 2 പേരുടെയും സംഭാഷണത്തിനിടയിലേക്കാണ് ആ ഒരു ഓൾഡ് മാൻ, ആൾ കുറച്ച് ഫാറ്റാണ്, തടിച്ചിട്ടുള്ള ആ ഒരു ഓൾഡ് മാൻ കടന്നു വരുന്നത്.
He asserts that their children don't belong to them. They have interests of their own, including love for their country, and they gladly fight for it. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ പറയുന്ന കാര്യം, ഇപ്പം നമ്മുടെ മക്കള് നമ്മുടെ മാത്രം സ്വത്താണെന്ന് നമുക്ക് പറഞ്ഞിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു താല്പര്യങ്ങൾ കാണും. അപ്പോൾ അവരിപ്പോൾ ഈ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടപ്രകാരമാണ് യുദ്ധം ചെയ്യുന്നതും. അപ്പോൾ അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് അത്രയും രാജ്യസ്നേഹം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഇത്രയും വീരത്തോട് കൂടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടേ. അങ്ങനെ അവർ മരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവർ രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ കരുതണം. അല്ലാതെ ഇങ്ങനെ കരയേണ്ട, കണ്ണീരല്ല മാതാപിതാക്കൾ അപ്പോൾ കണ്ണീരല്ല ഒഴുക്കേണ്ടത് എന്നാണ് ആ ഒരു ഓൾഡ് മാൻ പറയുന്നത്. they don't want tears because if they die happy. അപ്പോൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കണ്ണീരല്ല വേണ്ടത്, അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മരിച്ചിരിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടവരാണ്. അപ്പോൾ നമ്മളും അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ആൻഡ് dying young and happy is all anyone could want as it spares them of the boredom and disillusionment of life. അപ്പോൾ അത് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ചെറുപ്പത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മരിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഡിസ്ലൂഷൻമെൻറ്റ് എന്നുള്ള ഒരു വേർഡിൻ്റെ മീനിങ് ഡിസപ്പോയിൻമെൻറ്റ് ഓർ നിരാശ എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ മരിച്ചത് എന്നുള്ള രീതിക്കാണ് അവിടെ സംസാരിക്കുന്നത്. ദെൻ he doesn't even mourn the death of his own son. He stops there, his lips trembling, his eyes watery. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ പറയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകൻ മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല, ഞാൻ വിലപിച്ചിട്ടില്ല, ഞാൻ വളരെ സന്തോഷമായിരുന്നു, എൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടിയല്ലേ മരിച്ചത്. അങ്ങനെ ഒരു രീതിക്കാണ് ആൾ സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആൾ സ്റ്റോപ്പ് ചെയ്തു. ആളുടെ കണ്ണ് കുറച്ചിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. The other passengers agree with him. The wife, inconsolable until now, finds strength in his words. അപ്പോൾ അതിൽ എല്ലാവരും മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ ആളെ സപ്പോർട്ട് ചെയ്യും, ഓൾഡ് മാനെ സപ്പോർട്ട് ചെയ്യണം. അതന്നെ ശരിയല്ലേ, അങ്ങനെ നമ്മൾ മക്കൾ രാജ്യത്തിന് വേണ്ടി മരിക്കുമ്പോൾ നമ്മൾ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് അഗ്രി ചെയ്യാണ്. ദെൻ അതേപോലെ തന്നെ ആ വൈഫ്, ഹസ്ബൻഡും വൈഫും കൂടിയാണല്ലോ ട്രെയിനിൽ കയറിയത്, ഏക മകനുള്ള ഹസ്ബൻഡും വൈഫും. അപ്പോൾ ആ ഒരു വൈഫ് ഇത്രയും നേരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആളുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് സ്ട്രെങ്ത് കിട്ടിയ പോലെ ആയി. ഷീ ലിസൺ ക്ലോസ്ലി ആസ് ദ ഫാറ്റ് മാൻ ഗീവ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് സൺ ഡൈഡ് ഹീറോയിക്കലി ഫോർ കിങ് ആൻഡ് കൺട്രി വിത്തൗട്ട് റിഗ്രറ്റ്സ്. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ ഇങ്ങനെ തൻ്റെ മകൻ്റെ ഒരു വീരകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനും രാജാവിനും വേണ്ടി മരണപ്പെട്ട തൻ്റെ മകനെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിഷമോ അങ്ങനെ കുറ്റബോധം ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയിട്ടാണ് ആ ഒരു ഓൾഡ് മാൻ തൻ്റെ മകനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു വൈഫ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ കെയർഫുൾ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രെങ്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഓൾ ദി അതർ പാസഞ്ചേഴ്സ് കൺഗ്രാറ്റുലേറ്റ് ദ മാൻ ഫോർ ഹിസ് സ്റ്റോയിസിസം ആൻഡ് ബ്രേവറി. അപ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ ആ ഒരു മനുഷ്യൻ്റെ ആത്മധൈര്യത്തെ, അല്ലെ സഹനശക്തിയെയും ധൈര്യത്തെയും ഒക്കെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോയിസിസം എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ധൈര്യം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്, സഹനശക്തി എന്നൊക്കെയാണ് വരുന്നത്. ദെൻ ദ വൈഫ് ആസ് ഇഫ് വേക്കിംഗ് ഫ്രം എ ഡ്രീം സേസ് ടു ദ മാൻ, ദെൻ ഇസ് യുവർ സൺ റിയലി ഡെഡ്. അപ്പോൾ ആ ഒരു കേട്ടുകൊണ്ടിരുന്നിരുന്ന ഭാര്യ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആ ഒരു മാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ദ ഫാറ്റ് മാൻ ലുക്സ് അറ്റ് ഹെർ ആൻഡ് ട്രൈസ് ടു ആൻസർ ബട്ട് കാണ്ട്. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ എന്താ പറയുക, ആ ഒരു ചോദ്യം കേട്ടിട്ട് ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി. കാരണം അത്രയും നാൾ തൻ്റെ മകൻ മരിച്ചതിൽ എന്താ പറയുക, ഒരു ധൈര്യം, ഒരു എന്താ പറയുക സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്നേക്കുമായി തൻ്റെ മകൻ മരണപ്പെട്ടല്ലോ, ഇനി തൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചോദ്യം കേട്ടിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹി സീം to realize for the first time that his son is gone forever. ആ ഒരു ചോദ്യം കേട്ടപ്പോഴാണ്, ഇത്ര നാള് വളരെ എന്താ പറയുക തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് വീരകഥ പോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്നേക്കുമായി തൻ്റെ മകൻ തന്നിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് അദ്ദേഹം എത്തുന്നു. ഹി വീപ്സ് അൺകൺട്രോളബിളി. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അദ്ദേഹം തേങ്ങിക്കരയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എം കയറി വന്നിട്ട് ഇതില്ല കേട്ടോ.
ഓക്കെ, ഹീ വീപ്സ് അൺകൺട്രോളബിളി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അദ്ദേഹം ഇങ്ങനെ വിതുമ്പി കരയാനായിട്ട്, ഉറക്കെ ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതുപോലെ യുദ്ധത്തിൻ്റെ സമയത്ത് മരിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ പാരൻസൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന സമയത്ത് വളരെയധികം പ്രൗഡായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. തൻ്റെ മകൻ ഇങ്ങനെ മരണപ്പെട്ടതിലൊക്കെ രാജ്യത്തിന് വേണ്ടി, രാജാവിന് വേണ്ടി മരണപ്പെട്ടു എന്നൊക്കെ വളരെ പ്രൗഡായിട്ട് പറയുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയാലും പാരൻസിന് സങ്കടം ഉണ്ടാവും. കാരണം തൻ്റെ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ അവർക്ക് ആലോചിക്കുക, അവർ മാതാപിതാക്കളെക്കാളും കൂടുതൽ രാജ്യത്തെ സ്നേഹിക്കുന്നു, രാജ്യത്തിന് വേണ്ടി മരിച്ചാലും അവർ ആ ഒരു പ്രൗഡായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം എന്നുള്ളതിലുപരി അവർ മക്കളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവും അല്ലെ, മക്കളുടെ ഓർമ്മ ഉണ്ടാവും. അവർ ആ ഒരു എന്നേക്കുമായി തൻ്റെ അടുത്തുനിന്ന് പോയ ആ ഒരു വേദന അവരുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, വൈ വാസ് ദ വുമൺ എൻറ്ററിങ് ദ ക്യാരേജ് അപ്സെറ്റ്? അപ്പോൾ ഈ ഒരു ട്രെയിനിലേക്ക് വളരെ അപ്സെറ്റ് ആയിട്ടാണ് ആ ഒരു സ്ത്രീ ട്രെയിനിലേക്ക് വന്നതല്ലേ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കയറിയപ്പോൾ ആ ഒരു സ്ത്രീ വളരെയധികം എന്തായിരുന്നു, അപ്സെറ്റ് ആയിരുന്നു. അതിന് റീസൺ ആണ് ചോദിക്കുന്നത്. ദ വുമൺ എൻറ്ററിങ് ദ ക്യാരേജ് വാസ് അപ്സെറ്റ് ബിക്കോസ് ഹെർ ഓൺലി സൺ വാസ് ഓർഡേർഡ് ടു ഗോ ടു ദി വാർ ഫ്രണ്ട് ഇൻ 3 days time. She and her husband were going to see their son off. She was worried if her son will return from the war alive. അപ്പോൾ അവരുടെ ഏക മകൻ 3 ദിവസത്തിനകം യുദ്ധമുഖത്ത് എത്തണമെന്നുള്ള ഒരു ഓർഡർ വന്നിരിക്കുകയാണ് ആ ഒരു മകന്. അപ്പോൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ജീവനോടെ വരുമെന്ന് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ടാണ് മകനെ കാണാൻ പോകുന്നത് കേട്ടോ. ഇൻ കേസ് ജീവനോടെ വന്നില്ലെങ്കിൽ ഇത് അവസാനമായി കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ തൻ്റെ മകനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു അച്ഛനും അമ്മയും പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു അമ്മ അത്രയും അപ്സെറ്റ് ആയിരുന്നു. വിച്ച് വാർ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വാർ റെഫറിങ് ടു? അപ്പം ഇതിൽ യുദ്ധം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് യുദ്ധത്തെയാണ്, നമ്മുടെ ടൈറ്റിൽ തന്നെ വാർ എന്നാണ്. അപ്പോൾ ഏത് യുദ്ധത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ടൈറ്റിൽ ഓഫ് ദ വാർ ഈസ് റെഫറിങ് ടു ഈസ് ദ ഫസ്റ്റ് വേൾഡ് വാർ വിച്ച് ലാസ്റ്റഡ് ഫ്രം 1914 to 1915. അപ്പോൾ നമ്മുടെ എന്താ പറയുക, 1914 മുതൽ 18 വരെ നീണ്ടു നിന്ന നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഫോർട്ട് ബിറ്റ്വീൻ 2 coalitions, the Allied powers and the Central powers. The Allied powers were France, the United Kingdom, Russia, the United States, Italy and Japan. The Central powers consisted of Germany, Austria, Hungary, the Ottoman Empire and Bulgaria. അതായത് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് 2 ടീമായിട്ടാണ് നടക്കുന്നത്. ആ ഒരു ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് അലൈഡ് പവേഴ്സ് എന്നുള്ളതാണ്. അലൈഡ് പവേഴ്സിൽ ഉണ്ടായിരുന്നത് ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡം, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറ്റലി ആൻഡ് ജപ്പാൻ, ഇത്രയും പേരാണ് അതിലുണ്ടായിരുന്നത്. ഇനി സെൻട്രൽ പവേഴ്സിലുണ്ടായിരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ദി ഓട്ടോമൻ എംപയറും പിന്നെ അതുപോലെ തന്നെ ബൾഗേറിയ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കാട്ടെ. ഇതൊക്കെ നമ്മുടെ അടുത്ത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റി എഴുതും എന്നുള്ളൊരു ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. മൂന്നാമത്തെ ചോദ്യം, വെൻ ആൻഡ് വേർ ഡു ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി മീറ്റ്? അപ്പോൾ ഇതിൽ ക്യാരക്ടേഴ്സ് പരസ്പരം കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി മീറ്റ് വൺ മോർണിംഗ് ഇൻ 1918, 1918 ഒരു പ്രഭാതത്തിലാണ്, ഒരു ട്രെയിനിൽ വെച്ച് അല്ലെ, ഫാബ്രിയാനോയിൽ ഒരു ട്രെയിനിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. റോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. നാലാമത്തെ ചോദ്യം, വിച്ച് ക്യാരക്ടർ ആർഗ്യൂസ് ദാറ്റ് പാരൻസ് ഷുഡ് ബി കംഫർട്ടഡ് ബൈ എ സൺസ് ഹീറോയിക് ഡെത്ത് ഇൻ കോംബാറ്റ്? വാട്ട് ഈസ് ഹിസ് റീസണിങ്? അതായത് ഇതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ തൻ്റെ മകൻ്റെ വീരമൃത്യുവിൽ അവൻ്റെ മാതാപിതാക്കളെ സ്വാതന്ത്ര്യം കണ്ടെത്തണം, അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല, നമ്മൾ പ്രൗഡ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺസ് എന്തൊക്കെയായിരുന്നു അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ? ഇറ്റ് ഈസ് ദ ഫാറ്റ് മാൻ. ഇവിടെ ഒരു വേർഡ് കയറി വന്നിട്ടുണ്ട്, അതില്ല കേട്ടോ, ഇതില്ല. ഇറ്റ് ഈസ് ദ ഫാറ്റ് മാൻ ഹു ആർഗ്യൂസ് ദാറ്റ് parents should be comforted by
സൺസ് ഹീറോയിക് ഡെത്ത് ഇൻ കോമ്പാറ്റ്. അതായത് അങ്ങനെ മക്കള് വീരമൃത്യു വരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാന്ത്വനം കണ്ടെത്തിയേ പറ്റൂ. ഹിസ് റീസൺ വാസ് ദാറ്റ് ഇഫ് ദെയർ സൺസ് ഡൈ അറ്റ് 20 യങ് ആൻഡ് ഹാപ്പി വിത്തൗട്ട് ഹാവിങ് ദി അഗ്ലി സൈഡ്സ് ഓഫ് ലൈഫ്. അതായത് നമ്മുടെ മക്കളിങ്ങനെ 20ാമത്തെ വയസ്സിലൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ അത്രയും ചെറുപ്പത്തിൽ സന്തോഷവാന്മാരായിട്ടാണ് മരണപ്പെടുന്നത് അല്ലേ. അവർ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള വിരസതകളോ അല്ലെങ്കിൽ പൊട്ടവശങ്ങളോ ഒന്നും അവർ കണ്ടിട്ടില്ല, അങ്ങനെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവർ മരണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അഗ്ലി സൈഡ്സ് ഓഫ് ലൈഫ്, ബോർഡം, ദി പെറ്റ്നെസ് ആൻഡ് ബിറ്റർനെസ് ഓഫ് ഡിസ്ലൂഷൻ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദം. മോർ ഓവർ ദേ ആർ ഡൈങ് ഫോർ ദെയർ കൺട്രി. ജീവിതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എന്താ പറയുക അനുഭവിക്കാതെയാണ്, നിരാശകളും അതേപോലെ തന്നെ വിരസതകളും ഒന്നും തന്നെ അനുഭവിക്കാതെ ചെറുപ്പത്തിൽ തന്നെ സന്തോഷവാന്മാരായിട്ടിരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത്. അതുമാത്രമല്ല അവർ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി തന്നെ പ്രൗഡായിട്ട് തന്നെ അതിനെ നോക്കി കാണണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വുമൺ മീൻ വെൻ ഷീ ആസ് ദ ഓൾഡ് മാൻ ഇഫ് ഹിസ് സൺ റിയലി ഡെഡ്. ഇതിൽ അവസാനം നമ്മുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീ ആ ഒരു ഓൾഡ് മാൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അയാളുടെ മകൻ യാഥാർത്ഥ്യത്തിൽ മരിച്ചുവോ എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യം കൊണ്ട് ആ സ്ത്രീ എന്താണ് അർത്ഥമാക്കുന്നത്? ദ വുമൺ കുഡ് നോട്ട് ഇമാജിൻ ദ ഫാദർ ഓഫ് എ യങ് മാൻ ഓഫ് 20 ഡൈയിങ് ഇൻ കോമ്പാറ്റ് കുഡ് സേ ദ തിങ്സ് ഹി ഹാഡ് ബീൻ സേയിങ്. അപ്പോൾ ആ ഒരു സ്ത്രീക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 20ാമത്തെ വയസ്സിൽ യുദ്ധത്തിൽ മരിച്ചൊരു കുട്ടിയുടെ അച്ഛന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ആ ഒരു സ്ത്രീ ചിന്തിച്ചിരുന്നത്. ദ ഓൾഡ് മാൻ വാസ് സേയിങ് ദാറ്റ് ദ പാരൻസ് ഷുഡ് ബി കംഫർട്ടഡ് ബൈ സൺസ് ഹീറോയിക് ഡെത്ത് ഇൻ കോമ്പാറ്റ്. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ പറഞ്ഞിരുന്നത് അങ്ങനെ വീരമൃത്യു വരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാന്ത്വനം കണ്ടെത്തണം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഓൾഡ് മാൻ. He died for the country and he died young and happy without knowing the pains of life and the bitterness of disappointment. അപ്പോൾ ഓൾഡ് മാൻ പറയുന്നത് തൻ്റെ മകൻ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള വിരസതകളും അനുഭവിക്കാതെ എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ്സ് ഒന്നും അനുഭവിക്കേണ്ടി വരാതെ സന്തോഷവാനായിട്ടാണ് മരണപ്പെട്ടത് എന്നാണ്. ദാറ്റ് ഈസ് വൈ ഷി ആസ് ദ ഓൾഡ് മാൻ ഇഫ് ഹിസ് സൺ റിയലി ഡൈഡ്. അപ്പോൾ ആ ഒരു സംശയം തോന്നിയിട്ടായിരിക്കണം ആ ഒരു സ്ത്രീ അങ്ങനെ ചോദിച്ചത്, ശരിക്കും മരണപ്പെട്ടോ എന്നുള്ളത്. ഓക്കെ, പക്ഷേ ആക്ച്വലി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ഇന്നർ മീനിങ് ഉള്ള ഒരു സ്റ്റോറിയാണ്. പലതരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ സിലബസ് വരെ ചോദ്യങ്ങൾ വന്നിരുന്നത് കറക്റ്റ് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ചിട്ടാണ്. പക്ഷേ അതായത് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിൽ ഇപ്പോൾ ഈ 5 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്. പക്ഷേ പുതിയ സിലബസ് പ്രകാരം, അതായത് നിങ്ങൾക്ക് തൊട്ട് മുന്നത്തെ വർഷത്തിലുള്ള കുട്ടികളുടെയൊക്കെ ഇംഗ്ലീഷ് ബുക്സ് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ചോദ്യം വരുന്നത് ഉള്ളിന്നാണ്, അതായത് പാഠഭാഗത്തിൻ്റെ ഉള്ളിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കൊടുത്ത ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത്, ഉള്ളിന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേട്ട് ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതി സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി അല്ലെങ്കിൽ നമ്മുടെ ഇത് സ്ക്രീൻ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.